മഹാദേവന്റെ അതിശക്തിയാർന്ന ധനാകർഷണ മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ധനം വിവിധ മാർഗങ്ങളിലൂടെ നമ്മളിലേക്ക് എത്താനുള്ള വഴി തുറന്നു കാണിക്കുന്നു. കൂടാതെ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മനസ്സിലുള്ള അനാവശ്യ ഭയങ്ങൾ, ആശങ്കകൾ, നെഗറ്റീവ് ചിന്തകൾ, ശത്രുദോഷങ്ങൾ എന്നിവ അകലുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിന് ശക്തിയും സ്ഥിരതയും കൈവരുന്നു. ഭക്തിയോടെ ഈ മന്ത്രം 108 തവണ ജപിക്കുന്നവർക്ക് പരമേശ്വരന്റെ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കും. ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമം തിങ്കളാഴ്ച, പ്രദോഷം, ശിവരാത്രി എന്നീ ദിവസങ്ങളിലാണ്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് ജപിക്കാം. കടബാധ്യതയുള്ളവർക്ക് ധനം പെട്ടെന്ന് സമാഹരിക്കാനുള്ള നല്ല മാർഗങ്ങൾ മനസ്സിൽ തെളിഞ്ഞു കിട്ടാനും ഈ മന്ത്രം സഹായിക്കും. പണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവർക്ക് അത് എത്രയും വേഗം തിരികെ കിട്ടാനും ഈ മന്ത്രം സഹായിക്കും. ഈ മന്ത്രജപം ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്തകളെയും ഊർജത്തെയും അകറ്റുന്നു. ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കുവാൻ ഈ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ്. മന്ത്രം ഇതാണ്: ഓം ഹിലി ഹിലി ശൂലപാണയേ നമഃ. ഒരിക്കൽ കൂടി, ഓം ഹിലി ഹിലി ശൂലപാണയേ നമഃ. അർത്ഥം: ശൂലപാണി എന്നത് ത്രിശൂലം കയ്യിലേന്തിയ പരമശിവനെ സൂചിപ്പിക്കുന്നു. ഇത് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നു. മഹാദേവന്റെ ത്രിശൂലത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത് തന്നെ സത്വം, രജസം, തമസം എന്നാണ്. ഈ 3 ഗുണങ്ങളെയും നിയന്ത്രിക്കുന്ന പരമശക്തിയാണ് ശിവൻ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ശക്തി ഭഗവാനിൽ നിന്ന് ഭക്തനിലേക്ക് പ്രവഹിക്കുന്നു. ഓം എന്നാൽ പ്രപഞ്ച ശബ്ദം, ഹിലി ഹിലി എന്നത് ശിവന്റെ ശക്തിയെ ഉണർത്തുന്ന ഒരു ബീജമന്ത്രമായി കണക്കാക്കപ്പെടുന്നു. ശൂലപാണയെ എന്നാൽ ത്രിശൂലം കയ്യിലേന്തിയ ശിവനെ ഞാൻ വന്ദിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു. നെഗറ്റീവ് ചിന്തകളെയും ഊർജത്തെയും അകറ്റുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കുവാൻ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്.